IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കയ്യിലിരുന്ന കളിയാണ് ലക്നൗ സൂപ്പർ ജയൻസ് കൈവിട്ടത്. വെറും 7 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടമായ ഡൽഹി തുടർന്നും തകർച്ച നേരിട്ടിരുന്നു. എന്നാൽ ഏഴാമനായി ഇറങ്ങി 31 പന്തിൽ നിന്ന് 5 വീതം സിക്സും ഫോറും അടക്കം 66 റൺസെടുത്ത അശുതോഷ് ശർമ്മയുടെ സർപ്രൈസ് ഇന്നിംഗ്സാണ് ഡൽഹിക്ക് അവിശ്വസനീയ ജയം സമ്മാനിച്ചത്. എന്നാൽ മത്സരം പരാജയപ്പെട്ടതിന് പിന്നാലെ ലക്നൗ ടീമുടമ സഞ്ജീവ് ഗോയങ്ക മൈതാനത്തെത്തി ക്യാപ്റ്റൻ ഋഷഭ് പന്തുമായി സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തന്റെ മുൻ ടീമായ ഡൽഹിക്കെതിരെ മോശം പ്രകടനമായിരുന്നു പന്തിൻ്റേത്. ബാറ്റിംഗിൽ ഡെക്കായതിനു പിന്നാലെ അവസാന ഓവറിൽ നിർണായക സ്റ്റംപിംഗ് അവസരവും ഏതാനും ക്യാച്ചുകളും പന്ത് നഷ്ടപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് ഗോയങ്ക ഋഷഭ് പന്ത് ചർച്ച സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കഴിഞ്ഞ സീസണിൽ ലക്നൗ ക്യാപ്റ്റനായിരുന്ന KL രാഹുലിനോട് പരാജയപ്പെട്ട ഒരു മത്സരത്തിന് ശേഷം സഞ്ജീവ് ഗോയങ്ക അതൃപ്തി പ്രകടിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരശേഷമായിരുന്നു ആ സംഭവം. മത്സരശേഷം ലക്നൗ ഡഗൌട്ടിനടുത്ത് വെച്ചാണ് ഗോയങ്ക രാഹുലിനോട് അതൃപ്തി പ്രകടമാക്കിയത്. തുടർച്ചയായി തന്നോട് സംസാരിക്കുന്ന സഞ്ജീവിന് മുന്നിൽ രാഹുൽ മറുപടിയില്ലാതെ നിസ്സഹായനായി നിന്നത് ആരാധകർ ഇന്നും മറന്നിട്ടില്ല. സീസണിന് പിന്നാലെ KL രാഹുൽ ടീം വിടുകയും ചെയ്തിരുന്നു. രാഹുലിന്റെ അവസ്ഥ ഇത്തവണ പന്തിനും വരുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. നിരവധി പേരാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എക്സിൽ രംഗത്തെത്തിയത്. സഞ്ജീവിനെതിരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്.